ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ അംഗൻവാടി പോകുന്ന സമയമാണ് കേട്ടോ. പോകുമ്പോൾ ഇതാ 3 പേരും ഉണ്ട് ഇനായനാക്കാൻ. ദേ മഞ്ഞപ്പൂ എടുത്ത് കാണിക്കുന്നുണ്ട്. മഞ്ഞപ്പൂ നമ്മുടെ ഹെഡ്ലൈറ്റ് വെച്ചിരിക്കുന്ന പോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ദേ പോകുന്ന വഴിയാണ്. മഞ്ഞപ്പൂ ഉണ്ട് കേട്ടോ ഹെഡ്ലൈറ്റായിട്ട്. കേട്ടോ 2 പേരും ഉണ്ട്. ആക്കാൻ വന്നതാണ്. അതെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടോ, അവർക്ക് ഇരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇഷാനിയുടെ വെക്കേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. 13th അവർക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഇഷാനിക്ക് ഭയങ്കര സങ്കടമാണ്. എങ്ങനെയോ ഒന്ന് കളിച്ച് ചിരിച്ചു വന്നപ്പോൾ 10 ദിവസം എങ്ങനെയോ പോയി. നമ്മുടെ കുട്ടൻ വായനശാലയിൽ കയറി കാണിക്കുന്ന പരിപാടിയാണിത്. ഇവന് നന്നായിട്ട് അറിയാം, ഇവിടെ നല്ല പരിചയമാണ്. നമ്മുടെ അടുത്താണ്, അമ്പലത്തിൻ്റെ അടുത്താണ്. ഇപ്പം വൈകുന്നേരം അപ്പാപ്പനുമായിട്ട് ഇവിടെ വന്നിരുന്ന് കളിക്കും. കുറേ അപ്പാപ്പന്മാരും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇവനെല്ലാം നല്ല പരിചയമാണ്. എന്താ നമ്മൾ അശോകൻ ചേട്ടൻ്റെ കടയിൽ വന്ന് 3 പേരും കൂടി ഇരുന്ന് ചിരിയാണ്. അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരോരോന്ന് പറയുന്നതായിട്ട് ഇവർ ചിരിക്കുവാണ്. അതേ കണ്ട അശോകൻ ചേട്ടൻ ചായ കൊടുക്കുവാണ്. നല്ല കാര്യമല്ലേ? അപ്പാപ്പന്മാരും ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. അവർക്കും ഒരു സന്തോഷം, ഇവർക്കും ഒരു സന്തോഷം. അപ്പോൾ അവരുമായിട്ടതേ നമ്മുടെ പയ്യൻ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇങ്ങനെ വന്നാണ് അവൻ ഇരിക്കുന്നത് ഈ വായനശാലയിൽ. അപ്പാപ്പന്മാരും ഉണ്ടാവും വൈകുന്നേരം. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ അവൻ ഇരിക്കും. അതുകൊണ്ട് അവന് നല്ല പരിചയമുണ്ട്. അവൻ അങ്ങനെ ഓടിയും ചാടിയും നടക്കുവാണ്. ഇതാ അവിടെ ഇരിക്കുന്നവരുമായിട്ട് നമ്മുടെ മക്കൾ വർത്താനം പറയുകയാണ്. മക്കളെ പുറത്തിറങ്ങി വലിയവരായിട്ടൊക്കെ വർത്താനം പറയിക്കണം. എന്താ വേറൊരാൾ കൂടി വരുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് നടക്കണം. നമ്മളൊരാൾ ശ്രദ്ധയ്ക്ക് ഉണ്ടാവണം കേട്ടോ. ഇപ്പോഴത്തെ കാലം നമുക്കറിയാം. ഓരോ കുട്ടികളുടെ ഓരോ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കും. അപ്പോൾ സുരക്ഷിതമായിട്ട് നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ പറ്റിയാൽ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാം. എപ്പോഴും നമുക്ക് ഒരു കണ്ണ് അവരുടെ മേലുണ്ടാവണം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.